MA കോളേജ്, കോതമംഗലം MA കോളേജിലെ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭമാണ് നമ്മളിപ്പോൾ കണ്ടത്. CJPയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടന്ന അതേ പ്രക്ഷോഭം പോലെ തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് തന്നെ പറയാം. അവിടുത്തെ മാനേജ്മെൻറ്റിനായിട്ട് നടക്കുന്ന ഒരു പ്രക്ഷോഭമാണ് ഇത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, അവിടുത്തെ ഒരു വിദ്യാർത്ഥി, അരുണാചൽ പ്രദേശ് സ്വദേശിയായ ഒരു വിദ്യാർത്ഥി, സെക്കൻഡ് ഇയർ BTech വിദ്യാർത്ഥിയാണ്. അവൻ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞ ദിവസം. അപ്പം അതിനെതിരെ ചൊല്ലിയുള്ള കുറച്ച് സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, അവൻ ആത്മഹത്യ ചെയ്തതുപോലെ തന്നെ പലരും അവിടുന്ന് ഈ ഒരു പ്രഷർ കൊണ്ടും മറ്റും അവിടുന്ന് വിട്ടുപോകുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് മാനേജ്മെൻറ്റിൻ്റെ കെടുകാര്യസ്ഥതയും അതുപോലെ തന്നെ പ്രഷറും മൂലം പല കാര്യങ്ങളിൽ. ഇപ്പോൾ ഇതൊരു യൂണിവേഴ്സിറ്റി ബേസ്ഡ് ആയിട്ടുള്ളൊരു കോളേജല്ല, ഒന്നാമത്തെ കാര്യം. ഇതൊരു ഓട്ടോണമസ് കോളേജാണ്. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങളും ഏത് കാര്യത്തിലും എടുക്കാനുള്ള ഒരു തീരുമാനമുണ്ട്. അവരുടെ സിലബസ് തീരുമാനിക്കാം, അവരുടെ ഫീസ് തീരുമാനിക്കാം, എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇപ്പം അവിടെ ഒരു വിദ്യാർത്ഥികൾ അവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ, മാനേജ്മെൻറ്റ് സൈഡിൽ നിന്നുള്ള ഇയർ ബാക്ക് സിസ്റ്റം, അതുപോലെ തന്നെ ഫീസുകൾ, ഭയങ്കരമായിട്ടുള്ള ഫീസുകൾ, പിന്നെ വിദ്യാർത്ഥികളെ അധ്യാപകരിൽ നിന്നുള്ള പ്രഷർ എല്ലാം കൂടിയാണ് ആ ഒരു വിദ്യാർത്ഥി മരിച്ചതെന്നാണ് ഇപ്പോൾ അവിടെ പ്രക്ഷോഭത്തിലിരിക്കുന്ന വിദ്യാർത്ഥികൾ പറയുന്നത്. അപ്പോൾ ഈ മരണം പോലെ തന്നെ പലരും ഇവിടുന്ന് വിട്ടുപോയിട്ടുണ്ട്. പക്ഷേ മാനേജ്മെൻറ്റ് അതിലൊന്നും ഒരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല. ഈ ഒരു സംഭവം പോലും അറിയിച്ചത് വളരെ വൈകി എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്. അപ്പം നമ്മുടെ നാട്ടിലും നമ്മുടെ വിദ്യാർത്ഥികളാണ് എന്നും നമുക്ക് മുതൽക്കൂട്ടായി നിൽക്കേണ്ടത്. അപ്പം അവരുടെ ആവശ്യങ്ങളും കാര്യങ്ങളും നേടിക്കൊടുക്കുക എന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം എന്ന് തന്നെ പറയാം. അപ്പോൾ CJPയുടെ നേതൃത്വത്തിൽ അവിടെ വിദ്യാർത്ഥികൾ പരീക്ഷാ ക്രമക്കേടിനെതിരെ പ്രതികരിച്ചപ്പോൾ പ്രമുഖ മന്ത്രി തന്നെ രാജിവെച്ച സംഭവം കണ്ടിട്ടുണ്ട്. അപ്പം അതുപോലെയുള്ള കാര്യങ്ങൾ ഇനിയും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോൾ എന്താണ് ഇതിനുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് കൂടെ രേഖപ്പെടുത്തുന്നത്?